ഇന്ന് എല്ലാ ബ്രാഞ്ചും ഉണ്ട് ഗൈസ്. എല്ലാ ബ്രാഞ്ചും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ, ഈസി, ഇലക്ട്രിക്കൽ അല്ല, ഇൻഡസ്ട്രിയൽ ഫസ്റ്റ്. പറഞ്ഞോ. പിന്നെ ഈ കുഴി എന്നും നിലനിൽക്കും ഇവിടെ. സ്റ്റേ കൺസിസ്റ്റന്റ്, ബി കൺസിസ്റ്റന്റ്, ബി വിത്ത് കുഴി ഗൈസ്. പിന്നെ സീറ്റിന്റെ ബ്ലോഗാണ് ഗൈസ്. സീറ്റിന്റെ ബ്ലോഗ് നമ്മൾ കത്തിക്കും. നമ്മൾ എഡിറ്റ് ഗൈസ്. അപ്പം ഇന്ന് വന്നിട്ട് CET കത്തും ഗൈസ്. ഇന്ന് മിനിഞ്ഞാന്ന് MH കത്തിയ, ഇന്ന് CET കത്തും. ഇന്ന് എല്ലാ ബ്രാഞ്ചും ഉണ്ട് ഗൈസ്. എല്ലാ ബ്രാഞ്ചും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ, ഈസി, ഇലക്ട്രിക്കൽ അല്ല, ഇൻഡസ്ട്രിയൽ ഫസ്റ്റ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, EC, EL, CS. ഇന്ന് ഫുള്ളായിട്ട് പരിപാടിക്കാൻ പോകണത് CET കത്തണം. ഇന്ന് CETയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഓണപ്പരിപാടി ഉണ്ട്. CS, EC, ഇലക്ട്രിക്കൽ, അപ്ലൈഡ്, ഇൻഡസ്ട്രിയൽ, സിവില്. ഏതെങ്കിലും ബ്രാഞ്ചിനെ വിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ തെറ്റാണ് ഗൈസ്. ഞാനത് പറഞ്ഞ് നികത്തും, അത് പേടിക്കില്ല. എല്ലാ ബ്രാഞ്ചിലും നമ്മൾ വ്ളോഗ് എടുക്കും ഗൈസ്. അവിടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ആരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫെസ്റ്റാണ് ഏറ്റവും അടിപൊളി ചെയ്ത്. അത് നമ്മൾ വെച്ചിട്ടാണ് ഗൈസ്. ഇനി അങ്ങനെ ഞാൻ ജഡ്ജ് ചെയ്യല്ല ഗൈസ്. എത്ര വൈബ് ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ ബ്രാഞ്ചും നല്ല വൈബാണ്, അത് നമുക്ക് ഷുവറാണ്. പക്ഷേ ഏത് ബ്രാഞ്ചിൻ്റെ ആ പരിപാടി അടിപൊളിയെന്ന് നമ്മൾ എല്ലാ ബ്രാഞ്ചിലും നേരിട്ട് പോയി നമ്മൾ അഭിപ്രായം ചോദിച്ചിട്ട് നമ്മൾ എടുക്കും ഗൈസ്. അപ്പോൾ CET കത്താൻ നമ്മൾ എല്ലാ ബ്രാഞ്ചിലും പോകുന്നുണ്ട്. കാലത്ത് നമ്മൾ ഷൂട്ട് തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ ഷൂട്ടുണ്ട്. ചാർജ് ചെയ്ത പവർ ബാങ്ക് കൂടി കൊണ്ടുപോയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ചാർജ് തീരില്ല, പവർ തീരില്ല ഗൈസ്. Hey guys, this is me. Stay consistent, be consistent. Day 31. 30 is 1 month guys. It's right. This is 31. This is absolutely and verified 1 month. Yeah! Stay tuned for the morning. It's gonna be fire guys. ഡോഗീസ് അലേർട്ടായിരിക്കാണ്. അലേർട്ട് അറുമുഖം എന്ന് പറയണ പോലെ നമ്മുടെ ഡോഗീസ് ഫുള്ളും അലേർട്ടാണ്. ആര് വന്നാലും ഇവിടെ കാല് കുത്താൻ പറ്റില്ല ഗായ്സ്. This is because this is MH and this is our dogs. Hey guys! നമ്മൾ കാലത്തിനിട്ട് ഞാൻ അതിൻ്റെ വെള്ളം കുടിക്കട്ടെ. ഞാൻ വെള്ളം കുടിക്കാൻ പറഞ്ഞത് ഗൈസ്. വെള്ളം കുടിക്കാം. വയലൻസായി വയറ്റിപ്പോയാൽ നല്ലതാണ്. Be hydrated. 70% of our body is water, so be hydrated, be healthy. Drink 3 to 4 liters of water every day. Yeah guys. ഫോൺ തന്നെ ലിസ്റ്റിക്ക് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഓർത്ത് ഗൈസ് എവിടെയാണ് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് വാങ്ങി നമ്മളെന്താണ് ഉമിക്കരി. അത് മെയിൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ഉമിക്കരിട്ട് പല്ലേക്കണം. ആരെങ്കിലും കിരിയിട്ട് പല്ലേക്കറി കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഉമിക്കരി എത്ര നല്ലതാണ് അവർക്കറിയാം. ഉമിക്കരി, പഴുത്ത മാവേല, പിന്നെ നീം സ്റ്റിക്ക് ഉണ്ടല്ലേ, നീമിൻ്റെ മലയാളം എന്താ? നീം സ്റ്റിക്ക്. നീം ട്രീ അറിയില്ലേ? നീം ട്രീൻ്റെ സ്റ്റിക്ക്, അത് കഴിക്കുന്ന സ്റ്റിക്കില്ലേ, അതൊക്കെ നല്ല. അപ്പോൾ നമ്മൾ പല്ലേച്ച് കഴിഞ്ഞിരിക്കും. എല്ലാം കഴിഞ്ഞ് നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് പോയി നീന്തിയിട്ട് പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞ് കഴിഞ്ഞാൽ CET കത്തിക്കും. ഞാൻ CETയിൽ ഓണപ്പരിപാടി വൈബാക്കുന്നതാണ് ഉദ്ദേശിച്ചത് ഗൈസ്. അല്ലാണ്ട് കമൻറ്റ് സെക്ഷനിൽ ആരും വന്നിട്ട് CET കത്തിച്ചേ, സോഹം കത്തിച്ചേ, അങ്ങനെയല്ല ഗൈസ് പറയുന്നത്. CET വൈബാക്കി അങ്ങനെ വേണം പറയാൻ ഗൈസ്. ആരും തെറ്റിയിരിക്കരുത് ഗൈസ്. CET കത്തിക്കുന്ന പറഞ്ഞാൽ CET അത്ര വൈബാണ് ഗൈസ്. നമ്മൾ അത്ര വൈബേഷ് പരിപാടികളും മൂഡേഷ് പരിപാടികളും ഇന്ന് കാണാൻ കിടക്കുന്നു. ഇന്നത്തെ ഡെയിലി വ്ളോഗ് സംതിങ് ഗോണ ബി സ്പെഷ്യൽ ഫോർ CET's all department celebration. We will explore the all departments and comment that best vibe department. Which is the best vibe department? Industrial, mechanical, EC, electrical, CS, civil, applied, then some much more. BR is there guys. Architecture department also. MCA, MBA, MTech, various kinds of MTech, mechanical, robotics. We gonna fire this guys. അപ്പോൾ ജിമ്മിൽ പോകാൻ പോകണം. ജിം ദാറ്റ്സ് ഞാൻ പണ്ട് എപ്പോഴും ചെയ്യുകയാണെങ്കിലും സ്റ്റേയിങ് കൺസിസ്റ്റൻറ്റ്, ബീങ് കൺസിസ്റ്റൻറ്റ് ഞാൻ നീന്തൽ മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ ഞാൻ ഇടയ്ക്കൊന്ന് ജിമ്മ് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണ പോലെ. എന്താ വെച്ചാൽ വർക്കൗട്ട് സെക്ഷൻസ് ഫുള്ള് ഞാൻ സ്വിമ്മിംഗ് പൂൾ അമ്പലക്കുളം ഫയർ ആക്കിയിരുന്നു. അത് കാരണം ഞാൻ പിന്നെ
അങ്ങനെ കാര്യമായിട്ട് അതിൽ ചെയ്യാൻ നോക്കിയില്ല. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളല്ലോ. ഫിസിക്കലി ഫിറ്റ് ആവാൻ മാത്രമല്ല, മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത്, സ്റ്റെബിലൈസേഷൻ എല്ലാം കൂടി നമ്മുടെ ബോഡീൻ്റെ ഇക്വിലിബ്രിയത്തിലും നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഗൈസ് ആൻഡ് ദിസ് ഇസ് വാഴത്തോട്ടം അറ്റ് ദ പീക്ക്. അങ്ങനല്ലേ ഗൈസ്, ഇത് മെൻസ് ഫിറ്റ്നസ് സെൻ്ററാണ് ഗൈസ്. കണ്ടോ, മെൻസ് ഫിറ്റ്നസ് സെൻ്റർ അറ്റ് ഇറ്റ്സ് പീക്ക്. ഗൈസ് ആരും ഗൈസ് ഇത് കുറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഗുഡ്. വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ബാർബർ സൈഡിലേക്ക് നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ ഗൈസ് ഇങ്ങനെയൊന്നും എടുക്കരുത്. വെയിറ്റ് അതൊക്കെ നടു അന്ന് അടിച്ചു. പിന്നെ ഇപ്പം ജീവിതകാലം കഴിയുമ്പോഴാണ് അറിയാം എന്താ ഇങ്ങനെ വെയിറ്റ് യൂസ് ചെയ്തു. അപ്പോൾ വെയിറ്റ് എങ്ങനെ ഗൈസ് ലിഫ്റ്റ് ചെയ്യാം? ലിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാം, സൈഡ് വരാം. ഈ മുട്ടുണ്ട്, ഈ മുട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ പോകാൻ പാടില്ല. അതൊക്കെ വലിയ സ്ട്രിക്റ്റായിട്ട് നോക്കേണ്ട ഗൈസ്. ഇങ്ങനെ വേണം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ. അങ്ങനെയൊക്കെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടുവേന വരും. ബാക്ക് പെയിനൊക്കെ വന്നാൽ അടിച്ച് പോയി ഗൈസ്. പിന്നെ നമുക്ക് ഒന്നും ഇഷ്ടം പറ്റില്ല ജീവിതത്തിൽ. ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ജീവിതത്തിൽ ശാന്തി മാർഗം. ഹലോ ഗൈസ്, ചെയ്യാൻ പോകുന്നതാണ് എല്ലാവരുടെയും ജസ്റ്റ് നമ്മുടെ ബോഡീനൊന്ന് പമ്പാക്കി വയ്ക്കുക. അത്ര അല്ലാണ്ട് കാര്യമായിട്ട് അങ്ങനെ കാര്യഗൗരവമുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ജസ്റ്റ് ഫസ്റ്റ് ഹെഡ്. ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ആംഗിൾസ് പുഷപ്പ് അതൊക്കെ എടുക്കുമ്പോൾ ഈ ഇഞ്ചുറീസും അതൊക്കെ എന്തുകൊണ്ടുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് വാമപ്പ് ചെയ്യാത്ത കാരണം. മോർണിംഗ് ആണ് ബേസിക്കലി വാമപ്പിൻ്റെ എക്സാക്ട് മീനിങ് വരുന്നത്. എന്താ കാര്യം, ബേസിക്കലി മോർണിംഗ് നമ്മളൊന്നും ചെയ്യുന്നില്ല. ചെയ്യാൻ പോകുന്നത് വർക്കൗട്ട് ആണെങ്കിൽ നമ്മുടെ സ്ട്രെച്ചിങ്സ് ഒക്കെ അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറി ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ നമ്മൾ സ്ട്രെച്ചിങ്സ് വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ അപ്പോഴേക്കും നമ്മൾ ബേസിക്കലി ഇവൻ്റെ നമ്മൾ നടന്നിട്ടുണ്ടാവും, ഓടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ സ്ട്രെച്ചിങ് ചെയ്ത് ഇത്തിരി കുറവാകാൻ പറയില്ല. നമ്മുടെ ഇപ്പം നമ്മൾ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരാൾ പടയതൊരായിട്ട് ഇരിക്കുന്നതും ഒരാൾ ഇങ്ങനെ അടിക്കുന്നതും വ്യത്യാസമുണ്ട് അല്ലേ. ആദ്യം തന്നെ ആൾ പടയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റ് കൊടുക്കും. ആദ്യം ഇങ്ങനെ അടിക്കുമ്പോൾ എഫക്റ്റ് കുറയും. മീൻസ് അടിച്ചടിച്ച് നമ്മുടെ ബോഡിക്ക് ശീലമായി. മീൻസ് ഇവൻ ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യാൻ പോകുന്നത് നമുക്ക് ബോഡിക്ക് മനസ്സിലായി. അല്ലാണ്ട് ആദ്യം തന്നെ ഒരൊറ്റടി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിടി പോകില്ലേ ഗൈസ്. അതേപോലെയാണ് ഈ സ്ട്രെച്ചിങ്സ് നമ്മൾ ആദ്യം എന്താണ് ബോഡീനെ സ്റ്റിമുലേറ്റ് ചെയ്യണം. മീൻസ് ബോഡി നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്ന കാര്യമായിട്ട് ഇപ്പോൾ ബി റെഡി വിത്ത് മൈ അഡ്രിനൽ റഷ് എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. പിന്നെ ഇത് കഴിഞ്ഞു 1 2 3 4 5 6 2 ഗൈസ് ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. ഓണം ഇവൻ്റെയൊക്കെ കവർ ചെയ്യാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കവർ ചെയ്യാൻ എത്ര പണിയാന്ന് പറയുക ഗൈസ്. ഇത് 250 ഏക്കറുള്ള കോളേജാണ് ഗൈസ്. 250 ഏക്കർ പറഞ്ഞാൽ കോളേജ് ഫുള്ളായിട്ട് അത്ര വരില്ല. KT ഇൻക്ലൂഡാണ്, LS ഇൻക്ലൂഡാണ്, MH ഇൻക്ലൂഡാണ്. ഇതൊക്കെ കൂടിയിട്ടാണ് 250 ഏക്കർ. പക്ഷെ കോളേജിൻ്റെ ഉള്ളിൽ തന്നെ നല്ല 250 ഏക്കർ എന്ന് പറയുമ്പോൾ 100 ഏക്കറൊക്കെ ഇത് തന്നെ ഉള്ളിൽ വരുന്നില്ലേ. പക്ഷെ കുറേ കാട് പ്രദേശം ഇപ്പോൾ മീൻസ് MTechൻ്റെയും PG ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഇത്തിരി കാട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസ്തറ്റിക് വൈബാണ്. മീൻസ് ഒരു നാച്ചുറൽ എന്താണെന്ന് വെച്ചാൽ പഠിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കൂടും. അതല്ല നമ്മുടെ നേച്ചറായിട്ട് എത്ര കറക്റ്റായിരിക്കും അപ്പോൾ പഠിക്കാനുള്ള ടെൻഡൻസി ഇല്ല. അതാ വേണ്ട ഇതല്ല, ഇതിൻ്റെ അപ്പുറം ഞാൻ ചെയ്യും. അല്ല ഇതല്ല, ഇതിൻ്റെ അപ്പുറം ഞാൻ ചെയ്യും. ഇത് ഗ്രേറ്റ് ഇന്ത്യൻ പുഷപ്പ് ആണ്.
എൻ്റെ ഗൈസ് കുറേ വേരിയസ് കൈൻഡ്സ് ഓഫ് പുഷപ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നും മനസ്സിലാക്കാണ്ട് ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. ഇതുണ്ട്. പിന്നെ ആർച്ചർ പുഷപ്പ് ഉണ്ട്. 1 2 3 കേട്ടോ ഗൈസ്. ആർച്ചർ പുഷപ്പ് ഉണ്ട്, ഡയമണ്ട് പുഷപ്പ് ഉണ്ട്, 2 3 വരുന്ന വീഡിയോസിൽ എത്ര കണ്ടായി എത്ര കൈൻഡ്സ് ഓഫ് പുഷപ്പ് ഉണ്ട്. ഞാൻ ആഫ്റ്റർ പുഷപ്പ് എടുത്തപ്പോൾ ഫിസിക് കണ്ട ഗൈസ്. ഇതാണ് നല്ല ഫിസിക് ഉണ്ടാവും ഗൈസ്. നല്ല ഫിസിക് ഉണ്ടെന്ന് പറയും. അത്ര വലിയ ഫിസിക്കൊന്നുമില്ല. ഇതോ എൻ്റെ പൊന്നോ അർണോൾഡ് അവരൊക്കെ എന്താ ഇത് ഫുൾ നാച്ചുറലാണ്. ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു ക്രിയാറ്റിൻ ഞാൻ 10 ദിവസം പോലും വരേക്ക് ഉപയോഗിച്ചിട്ടില്ല ഗൈസ്. സത്യം പറയാമല്ലോ, വെറുതെ ഞാൻ കഴിച്ചിട്ടില്ല. ക്രിയാറ്റിൻ 10 ദിവസം പോലും കഴിച്ചിട്ടില്ല. ഇതെൻ്റെ സെൽഫ് ബിൽഡ് ബോഡി ഓഫ് സോഹനേസ് ഉണ്ട് ഗൈസ്. ഇത് അത്രയുള്ളൂ ഗൈസ്. ഫുൾ ഓഫ് സ്റ്റൈലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആരാണ് ഇത്ര വലുതൊക്കെ വെച്ചിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ വെയിറ്റ് അങ്ങനെ പെട്ടെന്ന് ഇത്ര വലുത് ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതിപ്പോൾ തന്നെ അങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ലിഫ്റ്റ് ചെയ്താണ് പഠിക്കാൻ. അല്ലാണ്ട് ഇത് അങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല ഗൈസ്. അതെനിക്കറിയാം. പക്ഷേ ഐ വിൽ ഷോ യു പൊതുപ്പക്കാരാണ്. നമ്മളിപ്പോൾ ഡെഡ് ലിഫ്റ്റ് പോലെ ചെയ്തു ഗൈസ്. ഫ്രണ്ടിലിട്ട കാരണം ഡെഡ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മനസ്സിലായത് ഗൈസ് അത് എത്ര വെയിറ്റ് ആണ്. അതൊരു 100 കിലോ ആണ് ഗൈസ്. 100 കിലോ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇത് കൃത്യമായിട്ട് നോക്കി. 15ൻ്റെ ഒരു പ്ലേറ്റ്. ദെൻ ഇത് റിലീസാക്കാം ഗൈസ്. ഇതെന്താ ഗൈസ് ഇത് വരത്തെ 20ൻ്റെ ഇതുണ്ട് ഗൈസ്. 20ൻ്റെ ഒരു വെയിറ്റ്. ഇത് വീണ്ടും 15 കിലോ ആണ് ഗൈസ്. ഇതാണ് ഗൈസ് 15 കിലോയുടെ ഒരു പ്ലേറ്റ്. അങ്ങനെ 3 പ്ലേറ്റ്. എത്രയാണെന്നറിയില്ല. എൻ്റെ വെയിറ്റ് 58-59 കിലോ ആണ് ഗൈസ് എൻ്റെ വെയിറ്റ്. ഞാനൊരു 100 കിലോ ഡെഡ് ലിഫ്റ്റ്. ഇതത്ര വലിയ ആനക്കാര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ആൾക്കാരുടെ 60 കിലോ ഒക്കെ വെച്ചിട്ട് ആൾക്കാർ 200 കിലോ ഒക്കെ പൊക്കണം. 250 300 കിലോ ഒക്കെ എളുപ്പത്തിൽ പോകും ഗൈസ്. യു ആർ സക്സസ്ഫുള്ളി ലിഫ്റ്റഡ് ദിസ് വെയിറ്റ് ഗൈസ്. 100 കിലോ പൊക്കി. 100 കിലോ പൊക്കി. ഇതുവരെ ഞാൻ ഡെഡ് ലിഫ്റ്റ് അങ്ങനെ ചെയ്യാറില്ല. ഡെഡ് ലിഫ്റ്റ് ചെയ്യാറുണ്ടെങ്കിലും ഇത്ര വെയിറ്റ് ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇതെൻ്റെ ഇഫ് എ ഈഗോ ഹേർട്സ് ബോയ് വിൽ ബിക്കം എ മാൻ ഗൈസ്. മെന്നെന്ന് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഗൈസ്. മെൻറ്റാലിറ്റിയിൽ നമ്മൾ മെന്നാവുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടിയോ 20 വയസ്സുള്ള കുട്ടിയോ 40 വയസ്സുള്ള കുട്ടിയോ ബോയായിരിക്കാം. പക്ഷെ മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റും സെൽഫ് ട്രാൻസ്ഫോർമേഷനിലും ഇത്രത്തോളം സമയം കളയും ഗൈസ്. അവന് വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല. ഗീവ് ഇനഫ് ടൈം ഓൺ ടു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ദാറ്റ് യു ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു ക്രിട്ടിസൈസ് അതേഴ്സ് ഗൈസ്. ഇനിയിപ്പോൾ പെട്ടെന്ന് ഫുള്ളപ്പ് ചെയ്തിട്ട് പോകണം ഗൈസ്. അവിടെ ആ വീട് തന്നെയല്ലേ ഗൈസ് കിട്ടുന്നത്. എനിക്ക് പെട്ടെന്ന് ഫുള്ളപ്പ് ചെയ്ത് പോകണം ഗൈസ്. കുറേ കാര്യങ്ങൾ ചെയ്യാം. എത്ര ആലോചിക്കും ഗൈസ് എങ്ങനെയാണ് ബേസിക്കലി ഞാൻ ഇത്രയും നല്ലപോലെ പുള്ളപ്സും ഒക്കെ ചെയ്യണേന്ന്. ബിക്കോസ് ഞാൻ സെൽഫി ട്രെയിൻഡാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെറുപ്പത്തൊട്ടേ വർക്കൗട്ട് ചെയ്യണതാണ്. അല്ലാണ്ട് ഇതൊക്കെ ഒരാൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ടഫാണ്. 100 കിലോ ഡെഡ് ലിഫ്റ്റ് ഒന്നും ഞാൻ പറയില്ല. അതൊക്കെ ആര് വേണമെങ്കിലും പൊക്കാട്ടോ, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കണതിൻ്റെ കാര്യം ഞാൻ ചെറുപ്പം തൊട്ടേ ജിമ്മും വർക്കൗട്ട്സും ചെയ്യണമെന്നാണ് ഗൈസ്. അല്ലാണ്ട് വേറൊന്നുമല്ല. ഓക്കെ, then bye from gym. ഇനി നമുക്ക് നീന്തൽ കുളത്തിൽ കാണാം ഗൈസ്. Do some sort of things in the gym. We want to arrange it well guys. That's the basic manners of the gym. They guys don't even politely do this and blame others. Where's the weight gone? Where's the something gone? You don't want to blame others. You want to blame yourself and you want to improve yourself.
in order to be successful, guys. That's the thing. Everyone want to be successful. What the steps to be successful? Be self-improvement, guys. Be some respect to yourself also. Value yourself, not everyone else. Value yourself. That's the peak period of everything. Guys, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നായാണ്. ബാ നോക്ക്. കണ്ട ഗൈസ്, നക്കാൻ എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമില്ല. എടാ കളിക്കലേ, അടിക്കേ. ഒരാളുടെ അടുത്ത് സ്നേഹമോ കരുതലോ കാണിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് സ്നേഹമോ കരുതലോ കാണിച്ചാൽ ബാക്കി നായി നമ്മുടെ അടുത്ത് അത്ര സ്നേഹമുള്ളതാണ് കഴിച്ചിട്ട്. ഇത് മണക്കല്ലേ, ഇത് മണക്കാനുള്ളതല്ല നിനക്ക്, മനസ്സിലായോ? മതി ഗായ്സ്. നല്ല സന്തോഷവാരായ രണ്ടുപേരും ഗൈസ്. അവർ നല്ല രീതിയിൽ അവർ ഫ്രണ്ട്സാണ് ഗൈസ്, ഭയങ്കര അടിപൊളി ഫ്രണ്ട്സ് ആൻഡ് കപ്പിൾ വേണമെങ്കിൽ പറയാം. ഗായ്സ്, നമ്മുടെ എംടെക്കിന്റെ ഓണമാണ് ഗായ്സ്. എംടെക് CET ഓണം ഗായ്സ്. അപ്പോൾ എംടെക്കിലെ നമ്മുടെ രാഹുലേട്ടൻ ഇവിടെ ഉണ്ട് ഗായ്സ്. നമുക്ക് രാഹുലേട്ടൻ തുറക്കമില്ലാന്ന് അറിയില്ല, നോക്കാം കാലത്താണ് ഗായ്സ്. ലൈറ്റൊക്കെ ഇട്ട് പഠിക്കാണോ കളിക്കാണോ എന്താണെന്ന് അറിയില്ല. രാഹുലേട്ടാ ഒന്ന് തുറന്നേ. ഒന്നുമില്ല, ഒരു കാര്യം അത് തുറക്കേ. തുറക്കേ ഗായ്സ്. എംടെക്കാണ് ഗായ്സ്, എന്താ ചെയ്യണം നമുക്ക് അറിയണം ഗായ്സ്. രാഹുലേട്ടാ, നമ്മുടെ CET ഓണം വ്ളോഗാണ് ഗായ്സ്. ഓണത്തിന്റെ എന്താണ് നിങ്ങളുടെ എംടെക്കിന്റെ റോബോട്ടിക്സിൽ എങ്ങനെയായിരിക്കും ഓണം സെലിബ്രേഷൻ? എന്തൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്? പറയൂ. ഡാൻസ് ഉണ്ടാവും, നമ്മുടെ തിരുവാതിര ഉണ്ടാവും, എന്തൊക്കെയാണ് ഗായ്സ് പറയൂ. രാവിലേട്ടാ പറഞ്ഞോ. ഡാൻസ് പാട്ടുണ്ടാവും. പിന്നെ മാവേലിന്റെ ആരാണ് മാവേലി ആവാൻ ഉദ്ദേശിക്കുന്നത്? ചോദിച്ചാലാണ് ഗായ്സ് നമുക്ക് അറിയാൻ പറ്റാ. ഗായ്സ്, അപ്പോൾ നമ്മുടെ എംബച്ചിട്ട് പോകണം. എല്ലാവർക്കും അറിയാൻ പറ്റുക എന്താ സംഭവം, അതൊക്കെ അറിയാം. അപ്പോൾ നമ്മളിനി ബാക്കി ഷൂട്ട് ഈ കുളത്തിൽ കാണിക്കുക. ഇതൊക്കെ നമ്മുടെ പോണ വഴി നമ്മളെല്ലാം കണ്ട. 3 വഴിയും കണ്ടു. ഇത് നമ്മൾ MHലെ ഷോർട്ട്, MHലല്ല സോറി, ഈ അമ്മലക്കുളത്തിലെ ഷോർട്ട് വെച്ച് നമുക്ക് തുടങ്ങാം ഗായ്സ്. നമ്മുടെ ഇയർ പ്ലഗ് വെച്ചിട്ടാണ് ഗായ്സ്. ഈ കാണിക്കുന്ന പ്യൂർ വീഡിയോസ് ആണ് ഗായ്സ്. എന്റെ കാര്യം എനിക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് വീഡിയോ നോക്കാൻ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങളെ കൺവേ ചെയ്യണം. മീൻസ് എങ്ങനെയാണ് ഒരു കുട്ടിക്ക് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം ഞാൻ കാണിച്ചില്ല. ദിസ് വീഡിയോ ഇസ് സ്ട്രിക്ട്ലി ഫോർ മെൻസ്, നോട്ട് ഫോർ ബോയ്സ്. ബോയ്സ് മെൻസ് അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല കാര്യം, അത് ഞാൻ പറഞ്ഞില്ല. ബോയ്സ് ബോയ്സ് ഈഗോ ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ മെന്നായി മാറും ഇമോഷണലി. അതാണ് ഇതിന്റെ മീനിങ്. I want to tell you guys something. This is 31 days. This is my 31st day. So it literally became 1 month, guys. Stay hard, guys. Stay consistent. Be consistent. That's the call I have. Be enough. Stay consistent. Enough. Everyone will go due to you stay consistent. We can't get connections with people because you are doing consistent work in your life. So you don't want to prove anyone. So I am taking this video because I have years of experience in this field. That's why I am recording, guys. After years of experience, 8 to 9 years of experience, I am recording this video because I have enough knowledge. I have little knowledge. That's I clearly tell you. But I have little much knowledge that I am clearly get through my experience. My eyes sharing my experience, guys. That's the point you want to know, guys. Take out. സ്പെഷ്യലായത് ഞങ്ങളുടെ CET ഓണാണ്. സോ നമുക്കിനി പ്രാർത്ഥിക്കാം, എല്ലാം ചെയ്യാം. ഓണം സെലിബ്രേഷൻ CET മൂടാണ് ഗൈസ്. നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് ബാക്കി നോക്കാം.
ഗൈസ് അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മളിനി കഴിഞ്ഞു ഇനി ഒരു ബുക്ക് കൂടി വായിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് കൂടി വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആയി. പിന്നെ CETൻ്റെ ബ്ലോഗാണ് ഗൈസ്. CETൻ്റെ ബ്ലോഗ് നമ്മൾ കത്തിക്കും ഗൈസ്. നമ്മൾ ഇന്ന് പോവാണ്. എന്തായാലും ഓണമാണ് ഗൈസ്.